അജയ്യമായ കരങ്ങൾ നിന്നെ താങ്ങിയെടുക്കുന്ന പ്രഭാതത്തിൽ നീ ഉണർന്നു വരികയാണ്. നീ ഈ നിമിഷം അതിന് പങ്കെടുക്കുകയാണ്. കർത്താവ് നിന്നെ സഹായിക്കട്ടെ, കർത്താവിനെ താങ്ങി നിർത്തട്ടെ. ഇന്ന് എവിടെയെല്ലാം നിനക്ക് തകർച്ച വന്നിട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയെല്ലാം നീ തളർച്ച വന്നിട്ടുണ്ട്, എവിടെയെല്ലാം നീ മുറിഞ്ഞോ, എവിടെയെല്ലാം നിനക്ക് ചതവ് സംഭവിച്ചോ, എവിടെയെല്ലാം നീ മനസ്സ് ഇടിഞ്ഞു പോയോ, അവിടെയെല്ലാം പരിശുദ്ധാത്മ നിറയട്ടെ. അവിടെയെല്ലാം യേശുവിൻ്റെ നിശ്വാസത്താൽ ഊതിക്കൊണ്ട് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മ നൽകി അതേ കർത്താവ് ഈ പ്രഭാതത്തിൽ നിന്റെ മേൽ ഊതട്ടെ. അവിടുത്തെ ആത്മാവിൽ നീ അഭിഷേകം പ്രാപിക്കട്ടെ. എൻ്റെ കർത്താവ് വിരുദ്ധമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവസത്യ ദൈവവേദനെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നീ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം അനുഗ്രഹമായി മാറട്ടെ. താങ്ക് യു. എൻ്റെ മക്കളെ, നമ്മൾ ഇന്ന് കർത്താവ് നമ്മളിൽ വളരാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ സൂചന ഉണ്ട്. എന്തെങ്കിലും വരുന്നല്ല, നമ്മളെ കർത്താവ് വളരാൻ ആഗ്രഹിക്കുന്നു. നമ്മളും യോഹന്നാനെ പോലെ അത് ആഗ്രഹിക്കണം. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷമാണ് വായിക്കുന്നത് 3:29-30. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഇത്രയുള്ള സംഭവം. ഇത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതാണ്. അവൻ വളരുകയും, യേശു വളരുകയും, നമ്മൾ വളരുകയും, അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ കുറയുകയും ചെയ്യണം. ഇപ്പം ഞാനില്ലേ, ഈ ഞാനാണ് മുഴുവനും പ്രശ്നം. പക്ഷേ പണ്ടേ ഒരു യോഗിയോട് ഒരുത്തൻ ചോദിച്ചേ, പ്രഭു, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പം യോഗി പറഞ്ഞേ, ആ ഞാൻ എന്നുള്ളത് ആ വാക്ക് മാറ്റിയാൽ ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞേ. അതാണ് അതുപോലെയുള്ള സംഭവം ഞാനെന്ന് പറഞ്ഞത്. ഇപ്പം ഞാനൊരു മരിപ്പിൽ പോയേ, ഭയങ്കര ഫോട്ടോ എടുപ്പാണ്. അടക്കാൻ നേരത്ത് ഫോട്ടോ എടുക്കുമല്ല, ചില വീഡിയോകളൊക്കെ എടുക്കും. ചിലടത്ത് അങ്ങനെ വീഡിയോ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് അവരിങ്ങനെ ഓട്ടോമാറ്റിക് എടുത്തുകൊണ്ടിരിക്കും. ചില വിളിച്ചില്ലേ, കല്യാണത്തിനൊക്കെ വിളിക്കത്തില്ല ചില ആൾക്കാർ. കെട്ട് കഴിയുമ്പോൾ നാട്ടുകാരെയൊക്കെ ബന്ധുക്കളെയൊക്കെ അടുത്ത് വിളിക്കും. ചിലർ വിളിക്കും, ചിലർ വിളിക്കത്തില്ല. ചിലർ വരും, ചിലർ ആ സമയത്ത് അവിടെ നിന്ന് ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്നുള്ള ആ ഷെയിം വേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവരവിടെ നിന്ന് സ്കൂട്ടാവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ അത് ഈ ഞാൻ എന്നുള്ളൊരു സാധനം എല്ലായിടത്തും ഉണ്ട്. എൻ്റെ പേര് ചൊല്ലി വിളിച്ചില്ലല്ലോ, ഞാൻ അവൻ്റെ അമ്മയുടെ അനിയത്തിയല്ലേ, എന്നെ വിളിച്ചില്ലല്ലോ, ഇപ്പോൾ ഇപ്പോൾ ആൾക്കാരെ കണ്ട്, കൂട്ടുകാരെ കണ്ടപ്പോൾ പിന്നെ അവനെന്നെ മറന്നില്ലേ, അവന് നമ്മൾ മോന്തെങ്കിലും കിടക്കും. ചില ആൾക്കാർക്ക് അങ്ങനെ വിഷയമുണ്ട്, എന്തെങ്കിലും വിഷയമുണ്ട്. അപ്പം ഞാൻ എന്നുള്ള സംഭവം മുറിഞ്ഞു പോയാൽ ഉടനെ മോന്ത കയറ്റും ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ ഇതിനേക്ക് അതിജീവിക്കണം. നമ്മുടെ ആധ്യാത്മികതയിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. ചില ആൾക്കാർ ഓർത്തിരിക്കും, മരണം വരെ ഓർത്തിരുമ്പോൾ, അതായത് ഞാൻ ഇങ്ങനെ പുറ്റുപോലെ പിടിച്ചിരുന്നത് കൊണ്ടാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ബാക്കിയുള്ള